പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതളശ്യാമക്കളേബലം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. അമ്മ മകനോട് പറയാണ്, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. അമ്മയ്ക്ക് മകന്റെ മുഖം വാടിയതുപോലെ തോന്നി. അമ്മയ്ക്ക് ആകെ അറിയാവുന്ന അവന് വിശന്നിട്ടാണോ എന്നുള്ളതാണ്. വന്നിരുന്നേഴു ഭുജിപ്പതിന്നാശു നീ എന്നു മാതാവ് പറഞ്ഞോരനന്തരം. അമ്മ കഴിക്കാൻ പറഞ്ഞപ്പോ വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയപുത്രിയാമമ്മയ്ക്കു മൽപ്പിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്ന് ഭരതനെ വാഴിക്കയെന്നതുമെന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണീടിനാലാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകിക്കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു, നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവാൻ. പൈതലേ വേറിട്ട പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിതു കൈകേകിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുപോവും. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാനാകുല എന്തിനു കാരണമുണ്ടാകാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജനം ശാന്തേതരം ത്രപാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളോരയുമൊക്കവേ. അന്തകൻ വീട്ടെന്നയച്ചഭിഷേകമുരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധമില്ലേതുമതിന്നു ശോകിപ്പതിന്നന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കുണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതിൽ ആചാര്യനാം ശാസനം ചെയ്യുന്നതേവരു. യുദ്ധം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെയ്തു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരൻ ഇന്ദിരാമന്ദിര വത്സലനാനന്ദസ്വരൂപനിന്ദിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാംഘ്രിയുഗ്മാനവിന്ദൻ. പൂർണ്ണചന്ദ്രബിംബാനനനിന്ദുചൂടപ്രിയൻ. വൃന്ദാരു വൃന്ദാരമന്ദാരദാരു
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അഭിഷേക വിഘ്നം മുതൽക്കാണ് നമ്മളിന്ന് പാരായണം ചെയ്ത് തുടങ്ങിയത്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. അമ്മ പ്രാർത്ഥിക്കുകയാണ് ആ പുത്രൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട്. ആ അമ്മയ്ക്കൊരു സന്ദേഹമുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുടച്ചിടും അംബികെ. മാർഗങ്ങളെല്ലാം നീക്കുന്നവളാണ് ദുർഗ. സംശയം എന്താണെന്നറിയോ? കാമുകനല്ലോ നൃപതി ദശരഥൻ. കൈകേയിയോട് കൂടുതൽ 3 ഭാര്യമാരുണ്ടെങ്കിലും കൈകേയിയോടാണ് ദശരഥ മഹാരാജാവിന് കൂടുതൽ ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഈ കൈകേയിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. കൈകേയി ചിത്തമെന്തീശ്വര എല്ലാം നല്ലവണ്ണം വരുത്തി തരണേ എന്ന് ആ അമ്മ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രംഗം അവിടെ കഴിഞ്ഞു. അപ്പോൾ വേറൊരു ദിക്കില് വാനരന്മാരെല്ലാവരും കൂടെ ഒത്തുകൂടി. എന്നിട്ട് അവരെ കൂടിയാലോചിക്കുകയാണ്. എന്നിട്ട് വാണി ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളൂ. അവിടെ രാമാഭിഷേകം നടക്കാൻ പോവുകയാണ്. അതിന് വിഘ്നം വരുത്തണം എന്ന വാനരന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ മന്ധരയുടെ നാവിൽ ചെന്ന് വിളയാടൂ. അത് കഴിഞ്ഞിട്ട് ആ കാര്യം സാധിച്ച് തിരിച്ചു പോന്നോളൂ എന്ന്. അപ്പോൾ ഉടനെ തന്നെ ഈ സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ വിളയാടാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ത്രിവക്ര 3 വളവുള്ളവർ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അനവധി വളവുള്ളവരാണ് അല്ലേ? ഇവരിവിടെ 3 വളവേ ഉള്ളൂ. അഷ്ടാവക്രനുണ്ട് 8 വളവുള്ളത്. നമ്മൾ സർവാംഗം വളവുള്ളവരാ. നമ്മളൊക്കെ സർവാംഗം വളവുള്ളവരാണ്. എവിടേക്കാ വളവുള്ളതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ്. മനസ്സിൻ്റെ വളവാണേ, ശരീരത്തിൻ്റെ വളവല്ല. ശരീരം സ്ട്രൈറ്റ് ആയിരിക്കും ഒരു പക്ഷെ. അപ്പോൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു. കൈകേയിയോട് ചൊല്ലിയിട. മന്ധരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. അപ്പോൾ നാളീകലോചനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഗേ ഈ കൈകേയിയോട് പറയാണ് മന്ധരയുടെ കുറ്റമല്ല ഇത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. നമുക്ക് മന്ധരയോടൊക്കെ ചിലപ്പോൾ ദേഷ്യം തോന്നും. പക്ഷെ ദുർബഹേ മൂഢേ മഹാഗർഭിതേ, നീ എപ്പോഴും കിടന്നിങ്ങനെ ഉറങ്ങുകയാണോ? നീ ഇവിടെ നടക്കണമെന്നും അറിയണില്ലേ? ഏറിയൊരാപത്ത് വന്നെടുത്തു. ഭയങ്കര ആപത്ത് വരാൻ പോണു. രാമാഭിഷേകം അടുത്തു വരാൻ പോണു. അപ്പോൾ ഈ നിന്റെ കഥ വളരെ കഷ്ടത്തിലാവും. ഈ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല, അവകാശം തരും അപ്പോൾ ഇതിന് സംഗതി നടന്നോട്ടെ, അതിനിപ്പോൾ എന്താണ് വിഷമം എന്ന് ചോദിക്കുകയാണ് കൈകേയിയുടെ മനസ്സിൽ കളങ്കമൊന്നുമില്ല. രാമനെ ഇഷ്ടമാണ്. പക്ഷെ നമ്മളെന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വല്ലവരും പറയണതൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അപകടത്തിലാവുന്നുള്ള. കൈകേയി നല്ല സ്ത്രീയാണ്. പക്ഷെ നല്ല സ്ത്രീ ആണ് എന്ന് പറയുമ്പോഴും നല്ല സ്ത്രീ അല്ല എന്ന് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. നല്ലതല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ കയറി പിടിക്കണത്.
ഒറിജിനലായിട്ട് അത് പ്യൂരല്ല എന്നർത്ഥം. സീതയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ കൈകേയിയുടെ അടുത്ത് ഇത് നടക്കുള്ളൂ. കഴിഞ്ഞാൽ രാമനോട് വലിയ ഇഷ്ടമാണ്, ഇതെല്ലാമാണ് അപ്പോൾ എന്നിട്ട് രാമാഭിഷേകം നടക്കട്ടെ. അതിനിപ്പോൾ എന്താണ് ചൊല്ലുവൻ കാരണം ഞാൻ അപ്പോൾ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ മറ്റാരെയുമില്ല. എനിക്ക് രാമകുമാരനെ ഇഷ്ടമാണ്. എൻ്റെ അത്രയും ഇഷ്ടം രാമന് വേറെ ആരോടുമില്ല. ഈ എൻ്റെ മകൻ ഭരതനാണല്ലോ, അത് അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ ഭരതനേക്കാളും എനിക്കിഷ്ടം രാമനെയാണ്. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ കൗസല്യേക്കാൾ, രാമൻ്റെ അമ്മ കൗസല്യാണ്, കൗസല്യേക്കാൾ പ്രേമം എന്നോടാണ് എന്ന് കൈകേയി പറയുകയാണ്. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്ന് നീ അറിയൂ എന്ന് മന്ധരയോട് കൈകേയി പറയുന്ന ഭാഗമാണ്. അവനൊരു നല്ല വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വേറെ ആർക്കും കൊണ്ട് കൊടുക്കില്ല, അത് ആദ്യം എനിക്ക് കൊണ്ടുതരും. അവൻ ഇതുവരെ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെ, നമ്മളോടും ഉണ്ടാവും പലരും അങ്ങനെ, ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും പറയാത്ത, നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരുണ്ടോ? എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു എതിര് പോലും പറയാത്ത അനവധി ആൾക്കാർ, ഇതുവരെ ഒന്നും തന്നെ പറയാതെ അനവധി എതിര് പറയുന്ന ആൾക്കാരും ഉണ്ട്, എതിര് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ചേർത്ത് നിർത്തുന്ന ആൾക്കാരൊന്നും നമ്മളോട് ഒരിക്കലും ഒരു എതിര് പറയുക, ഇല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് ശരീരഭാഷ കൊണ്ടോ ബോഡി ലാംഗ്വേജ് കൊണ്ടോ ഒന്നും ഒരിക്കലും അവരുടെ മുഖത്തൊന്നും ഒരു ഇത് വരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ കൈകേയിക്ക് രാമൻ. അപ്പോൾ മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു, അപ്പോൾ കൈകേയി മന്ധരയോട് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ രാമങ്കൽ നിന്ന് എന്താണ് ഒരു പേടി ഉണ്ടാവാനായിട്ടുള്ള കാരണം? അവൻ സർവജനപ്രിയനല്ലേ, ശാന്തനല്ലേ, ദയാപരനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ കേകയപുത്രിയുടെ വാക്കുകൾ കേട്ട് പിന്നെയും പറയാണ് മന്ധര, പാപയെ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേന്ന്. നിന്നെ ദശരഥ മഹാരാജാവ് വഞ്ചിച്ചു, അതൊന്നും നീ അറിയുന്നില്ലേ? ത്വൽ പുത്രനായ ഭരതനെയും ബലാൽ തൽ പ്രിയനായ ശത്രുഘ്നെയും നൃപൻ അമ്മാവിൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുക. ഇപ്പം ആ സമയം നോക്കിയിട്ടാണ് ഇവിടെ ഇപ്പം അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നത്. ഇതെല്ലാം ചതിയാണ് എന്ന് മന്ധര പറയാണ്. രാജ്യാഭിഷേകം ചെയ്യുന്നത് രാമനാണെങ്കിൽ രാജ്യം അനുഭവിക്കുന്നത് സൗമിത്രിയായിരിക്കും എന്ന്, സുമിത്രയായിരിക്കും, ലക്ഷ്മണന്റെ അമ്മയായിരിക്കും എന്ന്. ഇത് അവർ തമ്മിൽ അതുപോലെയാണ്. അതുകൊണ്ട് ഭാഗ്യമത്രയ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായിട്ട് ഇവിടെ കഴിയേണ്ടി വരും, നിന്റെ അവസ്ഥ അതായി തീരും എന്നൊക്കെ പറയാണ്. കൗസല്യ തന്നെ പരിചരിച്ചിടുക, കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. പിന്നെ നീ കൗസല്യൊക്കെ പരിചരിച്ച് ഇവിടെ കഴിയേണ്ടി വരും. സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും, ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ. ചിലപ്പോൾ നാട്ടിൽ നിന്ന് ആട്ടിക്കളയാനും വധിക്കാനും ഒന്നും അവർ മടിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നെ സാപജ്ഞ ജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു. സാപജ്ഞ ജാത പരാഭവം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റു ഭാര്യമാരും കൂടി ഉള്ളപ്പോൾ നമ്മൾ അനുഭവിക്കില്ലെങ്കിൽ ആ ഭാര്യ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തിനാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള. അപ്പോൾ അത് അങ്ങനെയുള്ള ദുഃഖമൊക്കെ അനുഭവിച്ച് നീ ഇവിടെ കഴിയേണ്ടി വരും. ചിലപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിക്കളയാനും വധിക്കാനും ഒക്കെ ഇവർ മടിക്കില്ല എന്നൊക്കെ കൈകേയിയോട് മന്ധര പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പോൾ പരിഹാരം പറഞ്ഞു തരാൻ നിന്റെ നരവരൻ നിന്റെ സുതനെ രാജാവായിട്ട് വഴിക്കുകയും ചെയ്യും. രാമൻ ഈരേഴാണ്ട് കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതന് വരും അതിപ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ മന്ധര എന്ന് പറഞ്ഞു കൊടുത്തു.
അപ്പം അതിനൊരു ഉപായമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പണ്ട് ദേവാസുര യുദ്ധം നടന്നു. അപ്പോൾ ആ യുദ്ധസമയത്ത് ദശരഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ രഥത്തിൻ്റെ ഇത് അതിൻ്റെ ഇത് ഊരിപ്പോയി. ഈ രഥത്തിലുണ്ടാവുന്നൊരു രഥാക്ഷകീലം, അതിൻ്റെ ആണി ഉണ്ടല്ലോ, രഥത്തിൻ്റെ ഒരു ആണി ഉണ്ടാവും, ആ ആണി ഊരിപ്പോയി. ആ ആണി ഊരിപ്പോയ സമയത്ത് കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. അപ്പോൾ നമുക്ക് ഒത്തിരി സംശയം ഉണ്ടാവും, അതൊന്നും ഇപ്പോൾ ഇവിടെ വിസ്തരിക്കാൻ പറ്റില്ല. യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെ കൊണ്ടുപോകും എന്നൊക്കെ നമുക്കങ്ങനെ. പക്ഷെ ഈ കൈകേയി അതിസമർത്ഥയായിരുന്നു, യുദ്ധത്തിൽ അതിസമർത്ഥയായിരുന്നു. അത് തന്നെയല്ല, ദശരഥ മഹാരാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു കൈകേയി. അപ്പോൾ അവർക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, യുദ്ധത്തിന് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കൈകേയിയും കൊണ്ടാണ് യുദ്ധത്തിന് പോയത്. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രഥത്തിൻ്റെ ഈ രഥചക്രത്തിൻ്റെ അത് ഊരിപ്പോവുകയും രാജാവ് ഇതൊന്നും അറിഞ്ഞില്ല, ദശരഥൻ. ആ സമയത്ത് കൈകേയി തൻ്റെ വിരല് ആ രഥചക്രത്തിൻ്റെ ആ തുളയിലേക്ക് ഇടുകയും ചെയ്തു. ഇതെല്ലാം യുദ്ധമൊക്കെ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് രാജാവ് ഇത് കാണുന്നത്, തൻ്റെ പ്രിയതമയുടെ വിരല് എടുത്ത്. അതുകൊണ്ടാണ് താൻ ഈ യുദ്ധമൊക്കെ ജയിക്കാനൊക്കെ കാരണമായത് എന്ന് കണ്ടു. പുഞ്ചിരിച്ചുകൊണ്ട് നിൻതൊഴിൽ കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർ മേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിരു ഭൂമനും നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചുകൊണ്ട് അതുമൂലം ഭരിച്ചുകൊണ്ട് ഞാൻ 2 വരം തരാമെന്ന്. ഒന്നാമത്തെ, ഭർത്താവിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഭാര്യയുടെ കടമയാണ്. 2 വരം തരാമെന്ന് പറഞ്ഞാൽ, നല്ല ഒരു സ്ത്രീയാണെങ്കിൽ, നല്ലൊരു കുടുംബിനിയാണെങ്കിൽ അത് വേണ്ടാന്നപ്പോൾ തന്നെ പറയും. എന്താ വെച്ചാൽ ഇത് എൻ്റെ കടമയാണ്, ധർമ്മമാണ്, അങ്ങയെ രക്ഷിക്കേണ്ടത്, എനിക്കതിൻ്റെ വരം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഒറിജിനലായിട്ട് കൈകേയി നല്ല സ്ത്രീ അല്ലാത്തത് കൊണ്ടാണ് ഈ മന്ധരയുടെ വാക്ക് കേൾക്കാൻ ഇടവന്നതും ഒക്കെ. ഇല്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേനെ, എനിക്ക് വരത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ ധർമ്മമാണ്, കടമയാണ് അങ്ങയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തേണ്ട അടുത്ത് കൈകേയി പറഞ്ഞത് എന്താണെന്നറിയോ? ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിൽ, പിന്നീടൊരവസരത്തിൽ ചോദിച്ചോളാം, ഇപ്പം അത് അങ്ങയുടെ കയ്യിലിരുന്നോട്ടെ എന്ന് കൈകേയി പറഞ്ഞു. അപ്പം അതെല്ലാം ഇവർ മറന്നിരിക്കുകയായിരുന്നു. അത് മന്ധരെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തി, എനിക്ക് ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്, അത് ചോദിക്കാൻ പറ്റിയ സമയമാണിത് എന്ന് പറഞ്ഞ ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവേശ്യ കോപേന കിടക്ക നീ. അപ്പോൾ നീ ആ ഈ അവിടെ ക്രോധാകാരം, ഈ ദേഷ്യമൊക്കെ വരുമ്പോൾ ചെന്നിരിക്കുന്ന ഒരു സ്ഥലം മുറിയൊക്കെ ഉണ്ട് രാജകൊട്ടാരത്തിൽ, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നീ ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ശോഭ പൂണ്ടൊരു കാർകൂന്തൽ അഴിച്ചിട്ട്, തലമുടിയൊക്കെ അഴിച്ചിട്ട്, ഭൂമേനിയും പൊടി കൊണ്ടണിഞ്ഞ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടു കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞ് വരദ്വയം തരുന്നത് വരെ നീ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് മന്ധര പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ മന്ധര പറഞ്ഞതുപോലെ കേൾക്കാൻ തയ്യാറായിട്ട് കൈകേയി അങ്ങോട്ട് പോയി. അപ്പോൾ ദശരഥ മഹാരാജാവ് വന്നു അന്തപുരത്തേക്ക്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കൈകേയിയെ കാണുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് മറ്റുള്ളവർ പറയണ കേട്ട് നമ്മൾ ഓരോ വഴിക്ക് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ സജ്ജന നിന്ദിതനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റമകലവേ. അതായത് ചീത്ത ആൾക്കാർ ആയിട്ട് നമ്മൾ കൂടി കഴിഞ്ഞാൽ എത്ര നല്ല ആളാണെങ്കിലും സജ്ജനങ്ങൾ നിന്ദിക്കുന്നവനായിട്ട് നമ്മൾ മാറും. വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തണം. ഇല്ലെങ്കിലോ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്ഫലം. കരി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണമാണെങ്കിൽ പോലും
അതിൻ്റെ ശോഭ മന്നും നിഷ്പ്രഭമായി പോവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗത്തിന് അവസരം ഉണ്ടാക്കണം. എങ്കിലോ രാജാ ദശരഥനേകത. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൈകേയിയെ കാണുന്നില്ല. അപ്പം രാജാവ് വരുമ്പോൾ ആദ്യം ഓടി വരുന്നതാണ് കൈകേയി. ഇന്ന് കാണുന്നില്ല. പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായ ഒരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച് മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും ഞാൻ മന്ദിരത്തിലേക്ക് വരുമ്പോൾ മന്ദസ്മിതം ചെയ്ത് അരികെ വരും. പണ്ട് എപ്പോഴും അങ്ങനെയാണ്. രാജാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈകേയി ചിരിച്ചുകൊണ്ട്, ഭാര്യമാരൊക്കെ അങ്ങനെയാണ്. ഭർത്താവ് വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ കൈകേയിയും വരാറുണ്ട്. ഇപ്പോൾ വന്നില്ല, എന്താ കാരണം എന്നറിയില്ലല്ലോ. അപ്പോൾ ചൊല്ലുവിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ എന്ന് ചോദിക്കുകയാണ്. ഏവം നരവതി ചോദിച്ച നേരത്ത് ദേവിതൻ ആളിമാരെച്ച ദാസിമാര് പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചത് അതുമൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. ക്രോധാലയത്തിലേക്ക് പോയി, ഞങ്ങൾക്ക് കാരണമൊന്നും അറിയില്ല. അപ്പോൾ എന്നത് കേട്ടു ഭയേന മഹീവതി ചെന്നങ്ങ് അരികത്തിരുന്നു. ആ രാജ്ഞിയുടെ അരികത്ത് ചെന്നിരുന്നു. എന്നിട്ടോ മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തെന്നു നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. നാഥേ, വെറും നിലത്തുള്ള പൊടി അണിഞ്ഞ നീ ഇങ്ങനെ കിടക്കണ എന്തുകൊണ്ടാണ് എന്നൊക്കെ രാജാവ് ആ രാജ്ഞിയുടെ അടുത്ത് ചെന്നിരുന്ന് അതൊക്കെ തലോടി ചോദിക്കുകയാണ്. നിനക്ക് ആരാ എന്താ ചെയ്തത്? നിന്നെ ഈ പ്രജകൾ ആരെങ്കിലും നിന്നോട് വല്ല വിപ്രിയം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തോ, അതോ നാരികളോ നരന്മാരോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദണ്ഡനെന്നാകിലും വധ്യനെന്നാകിലും ഇനി വധിക്കേണ്ടവനാണെങ്കിലും ഞാൻ അവനെ വധിക്കാൻ തയ്യാറാണ്. നിർധനൻ എന്നാകിൽ നിനക്ക് അവൻ ധനമില്ലാത്തവനാണെങ്കിൽ അവനെ അർത്ഥവതിയാക്കി വയ്പാൻ, നിനക്ക് ഇനി അവന് ധനമില്ലാത്തവനാണെങ്കിൽ, ഇനി അർത്ഥമുള്ളവനാണെങ്കിൽ അവനെ അർത്ഥമില്ല എന്തിനും തയ്യാറാവാണ് രാജാവെന്നർത്ഥം. നൂനം നിനക്ക് അധീനം മമ ജീവനം കാമിനി ഖേദിപ്പതിനെന്തു കാരണം. എൻ്റെ ജീവൻ തന്നെ നിനക്ക് അധീനമാണ്. നിനക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ പ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ മൽപുത്രൻ. എൻ്റെ പ്രാണനേക്കാൾ ഇപ്പോൾ എനിക്ക് പ്രിയം എൻ്റെ പുത്രൻ രാമനോടാണ്. അങ്ങനെയുള്ള രാമനാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയാണ് രാജാവ്. അങ്കനാരത്നമേ ചൊല്ലുവിൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ എന്ന്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ കൈകേയിക്ക് കാരണം പറയുകയാണ്. സത്യപ്രതിജ്ഞനായുള്ളൊരു ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ, അങ്ങ് സത്യം പറഞ്ഞത് നേരാണെങ്കിൽ അത് ഞാനിപ്പോൾ പറയാം. ഈ പണ്ട് ഞാൻ 2 വരം ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭരതനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, രാമനെ വനത്തിലേക്ക് അയക്കണം. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം, രാമൻ ഉഷസ്സി വനത്തിന് പോകണം. അപ്പോൾ ഇതെല്ലാം കേട്ട് വജ്രമേറ്റ അദ്രി ഭൂമിയിൽ പതിച്ചത്. അദ്രീച്ച പർവ്വതം, വജ്രമേറ്റ് പർവ്വതം ഭൂമിയിൽ വീണതുപോലെ ദശരഥ മഹാരാജാവ് താഴെ ഞങ്ങൾ വീണു. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തെ കണ്ണുനീർ വാർത്ത് വിറച്ച് നിർവാധിപൻ ദുസ്സഹവാക്കുകൾ കേട്ട് ദുസ്വപ്നമാഹന്ത കാണുകയോ, ഞാൻ ദുസ്വപ്നം കാണുന്നതാണോ, ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ മൃത്യു സമയം, എൻ്റെ മരണമെടുത്തോ, എങ്ങനെയൊക്കെ വിചാരിച്ച് ആകെ അങ്ങോട്ട് പരവശനായി. വ്യാഘ്രിയെ പോലെ ആ കൈകേയി ഇതുവരെ തൻ്റെ ഇഷ്ടഭാജനമായിരുന്ന കൈകേയിയെ നമ്മൾ നോക്കുമ്പോൾ
വ്യാഘ്രിയെ നോക്കുന്നത് പോലെയാണ്. സമീപേ വസിക്കുന്ന മൂർഖിയായ കൈകേയി തൻ മുഖം നോക്കി നോക്കി ഭയം കൊണ്ട് അങ്ങോട്ട് നോക്കാൻ തന്നെ തോന്നുന്നില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഭയം തോന്നുക കൈകേയിയെ. അപ്പോൾ എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ, നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ എന്ന് ചോദിക്കുകയാണ്. മൽ പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്തു, അതിനെന്താണ് കാരണം എന്നൊക്കെ ചോദിക്കാം. നമുക്ക് കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല, ഇതാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ട്. നീ മുന്നേ എന്നോട് രാമൻ്റെ ഗുണങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞ് ഞാൻ അതെല്ലാം കേട്ടതാണല്ലോ. ഇപ്പം എന്താണ് നിനക്ക്? നിന്നുടെ പുത്രനും നിന്നോട് പുത്രന് ഞാൻ രാജ്യം തരാം, ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ അതിന്? രാമനെ കൊണ്ട് നിനക്ക് ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കൈകേയിയുടെ കാൽക്കൽ വീഴുകയാണ്. അതായത് ദശരഥ മഹാരാജാവ് 10 ദിക്കിലേക്കും രഥമോടിച്ച് യുദ്ധം ചെയ്യാൻ സമർത്ഥനായ ദശരഥ മഹാരാജാവ് ഒരു സ്ത്രീയുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ നമ്മൾ അറ്റ കൈക്ക് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുമ്പോൾ പിന്നെ ചെയ്യുന്നത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ആ ഭാര്യയുടെ കാൽക്കൽ വീണ് കരയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഭ്രാന്തനെന്നാകിലോ ഭൂപതേ, അങ്ങേക്ക് എന്താ ഭ്രാന്താണോ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്നൊക്കെ ചോദിക്കും. സത്യസന്ധൻ ഭുവി രാജാരഥ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി, അങ്ങ് സത്യസന്ധനാണ്, ദശരഥ മഹാരാജാവാണ്, ആ കീർത്തി രക്ഷിക്കണം എന്നൊക്കെ കൈകേയി തിരിച്ചു പറയാണ്. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ. രാമൻ്റെ പേരിൽ ചെയ്ത ശപഥം വെറുതെ ആവരുത്. ഈ കൈകേയിയുടെ നിർബന്ധവാക്യങ്ങളും ഒക്കെ കേട്ട് രാഘവൻ്റെ വിയോഗം വരുന്നതും ഒക്കെ ഓർത്തിട്ട് ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു. ആ ദശരഥ മഹാരാജാവ് പിന്നെ താഴെ വീണു. പിന്നെ ഉണർന്നിരുന്നും കിടന്നും രാമൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമേതി രാമേതി പ്രലാപം ചെയ്ത ആ ഒരു സംവത്സരം പോലെ ആ രാത്രി തോന്നി എന്നുള്ളതാണ്. അതവിടെ കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം നേരം വിളിച്ചപ്പോഴത്തേക്കും ഇവിടെ അഭിഷേകത്തിനുള്ള സർവമാന ഒരുക്കങ്ങളും കഴിഞ്ഞു. അലങ്കാരം എല്ലാം വാദ്യം ഘോഷം ആകെ ഇതായി. എന്നിട്ട് രാജാവ് എഴുന്നേറ്റിട്ടില്ല. പള്ളിപ്പുറത്തുണർന്നിരുന്ന കൈകേയി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആ വിളിക്കാൻ ചെന്ന ആൾക്കാരെ കൈകേയി ദേഷ്യപ്പെട്ട് അവിടുന്ന് ഓടിച്ചു. പിന്നെ അപ്പോൾ മറ്റു വസിഷ്ഠനും ഒക്കെ ഈ അതിന് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കി ഈ സ്ത്രീകളും ബാലവൃദ്ധങ്ങളും ഒക്കെ പാടെ കൂടിയിട്ട് രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ. രാത്രി അവരുടെ ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യ മകര ആ കിരീടമൊക്കെ അണിഞ്ഞ് സുന്ദര രൂപത്തിൽ യുവരാജാവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപാലവൃദ്ധങ്ങളും വൃദ്ധജനങ്ങളും കാത്തിരിക്കുകയാണ്. രാത്രിയും രാത്രി ഒരു രാക്ഷസിയെ പോലെയാണ് അവർക്ക് തോന്നിയത്. എന്താ വെച്ചാൽ അങ്ങോട്ട് സമയം പോകുന്നില്ല അങ്ങോട്ട്. അതുകൊണ്ട് അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ വിച്ഛിന്നാഭിഷേകമാണ്. അന്നേരം ആദിത്യനുമോദിച്ചുയർന്നീത മന്നവൻ പള്ളിക്കുണർന്നീടിലും എന്തൊരു മൂലം അതിന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രകരനാകുന്ന സുമന്ത്രരും അന്തഃപുരംഭകം അതിദ്രുതം രാജീവമിത്ര ഗോത്രോദ്ഭൂതഭൂപതേ രാജരാജേന്ദ്ര പ്രവരാ. അപ്പോൾ മന്ത്രിപ്രവരനായ സുമന്ത്രര് അന്തഃപുരത്തിലേക്ക് വന്നു. അന്തഃപുരം എന്ന് പറഞ്ഞാൽ രാജാവും രാജ്ഞിയൊക്കെ, അന്തഃപുരം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സ്ഥലമാണ്.
പള്ളി ഉറങ്ങുന്ന സ്ഥലമാണ്. യുദ്ധം നൃപനെ സ്തുതിച്ചു. അപ്പോൾ രാജാവ് കണ്ണുനീരൊക്കെ ആയിട്ട് താഴെ കിടക്കുകയാണ്. അപ്പോൾ മന്ത്രിക്ക് ഇത് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് കൈകേയിയോട്. നേരം പുലർന്നിട്ടും രാജാവ് എഴുന്നേറ്റിട്ടില്ല. എന്ത് പറ്റി? അപ്പോൾ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി ഇവിടെ. അപ്പോൾ ഈ രാമനെ കാണാനിട്ടുള്ള ദുഃഖമാണ് കാരണം എന്ന് പറയുകയാണ് കൈകേയി. അപ്പോൾ രാജാവചനമാകർണ്യ ഞാനിക രാജീവലോചനെ പോകുന്ന. അപ്പോൾ രാമനെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറയുകയാണ് കൈകേയി. അപ്പോൾ രാജാവ് പറയാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്ന് തിരിച്ച് സുമന്ത്രര് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ പോയി രാമനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രാമൻ്റെ അടുത്ത് ചെന്നു സുമന്ത്രര്. ഈ അച്ഛൻ വിളിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മറ്റേ ലക്ഷ്മണനെയും കൂട്ടി, രാമൻ എവിടെ പോയാലും കൂടെ ലക്ഷ്മണനുണ്ടാവും. ലക്ഷ്മണനെയും കൂട്ടി തേരിൽ കയറി മന്ദിരത്തിൽ ചെന്നു. പിതാവിനെ നമസ്കരിച്ചു. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിക്കുന്നു. ആശയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ ആ രാമനെ അങ്ങ് എടുത്ത് ആശ്ലേഷിക്കാനായിട്ട് രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന ആ കൈ അങ്ങോട്ട് നീട്ടിയപ്പോഴത്തേക്കും താഴെ വീണു. ദുഃഖം സഹിക്കാൻ വയ്യാതെ രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂവനെ കണ്ടു വേഗേന രഘുവരൻ രാഘവൻ ആ ചെന്ന് അച്ഛനെ അങ്ങോട്ട് എടുത്തു. താതനെ ചെന്നെടുത്ത് ആശ്ലേഷവും ചെയ്തു. സാദരം തൻ്റെ മടിയിൽ കിടത്തി. നാരീജനങ്ങളൊക്കെ അത് കണ്ടിട്ട് കരയാൻ തുടങ്ങിയോട്. ദേഷ്യം മാറി രോദനം കേട്ട് വസിഷ്ഠാദികളൊക്കെ ഓടിയെത്തി. ശ്രീരാമദേവനും ചോദിച്ചു, എന്താണ് കാരണം ഇത്രയൊക്കെ ദുഃഖത്തിനുള്ള? ശ്രീരാമൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. എന്താണ് കാരണം? അറിയാവുന്നവർ പറയൂ എന്ന് പറയാണ്. കാരണം താത ദുഃഖത്തിന് നീ തന്നെ എന്ന് പറയാണ്. നീയാണ് അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് പറയാണ് കൈകേയി. അപ്പോൾ ഈ സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ. സത്യവാദി ശ്രേഷ്ഠനായ അച്ഛനെ നീ സത്യപ്രതിജ്ഞനാക്കിയിടുക. ചിത്തമോഹം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ. നീയാണ് പുത്രരിൽ ജ്യേഷ്ഠനായിട്ടുള്ളത്. അപ്പോൾ സത്യവാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന് യോഗ്യം ഭവാൻ. നീയാണ് അച്ഛനെ രക്ഷിക്കാൻ ഏറ്റവും യോഗ്യൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുട താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നറിയുക നീ. ഉന്നാമകം എന്നു ഒരു നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അങ്ങനെയാണ് ആ പുത്രൻ എന്നുള്ള ശബ്ദം ഉണ്ടായത്. അത് കൊടുത്തത് പത്രസമുദ്ഭവൻ, ശതപത്ര സമുദ്ഭവനാണ്, ബ്രഹ്മാവാണ്. അപ്പോൾ നമ്മളെല്ലാവരും പുത്രന്മാരാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അച്ഛനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുത്രനാണ് യഥാർത്ഥ പുത്രൻ എന്ന്. അങ്ങനെ ഈ ഇതെല്ലാം കേട്ട്, ഈ അമ്മയുടെ വാക്കുകളെല്ലാം കേട്ട്, ഈ ഇത്രയും ഏറ്റവും വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണം, ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ. ഇനി ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും, ഇനി അച്ഛനെയാണെങ്കിലും അമ്മയാണെങ്കിലും ജീവനാണെങ്കിലും മാതാവാണെങ്കിലും സീതയാണെങ്കിലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്താണെന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇനി അതല്ല ലക്ഷ്മണനെ ഞാൻ ഉപേക്ഷിക്കണോ? ഇനി അതല്ല ഞാൻ തീയിൽ ചാടണോ? പാവകൻ തങ്കൽ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണോ? ഒന്ന് പറഞ്ഞാൽ മതി, ഇത്രയൊന്നും വിശദീകരിക്കണ്ട എന്ന് പറയാണ് രാമൻ. അപ്പോൾ പിന്നെ ഉത്തമപുത്രനാരാണ് എന്ന് പറയാണ്. താതൻ നിയോഗിക്കിലേതുമേ സംശയം ചേതസി ചെറ്റില്ലൻ താതൻ താതകാര്യ
താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമം. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ ഉത്തമെന്നാകിലും അക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ പിത്രോർമരം. അതായത് അച്ഛൻ പറയാതെ അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യം സാധിച്ചു കൊടുക്കുന്ന പുത്രനാണ് ഉത്തമപുത്രൻ എന്ന്. അച്ഛൻ പറഞ്ഞിട്ട് വേണ്ട അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യം. അപ്പോൾ ഇനി അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്ന പുത്രൻ മധ്യമനായിട്ടാണ്. ഇനി അച്ഛൻ പറഞ്ഞാലും കേൾക്കാതിരിക്കുന്ന പുത്രൻ അധമനാണ് എന്നുള്ളതാണ്. സത്യം കരോമ്യഹം, രാമൻ സത്യം ചെയ്യുകയാണ്. എന്നിട്ട് സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം, സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേകിയും രാമനോടാശ ചൊല്ലിയിടിനാൾ ആദരാൽ. നാഥൻ നിനക്ക് എന്നിട്ടാണ് രാമനോട് ഇപ്പോൾ കാര്യം പറയാൻ പോണുള്ളൂ. രാമൻ എന്താന്ന് ഇതുവരെ അറിയില്ല. താതൻ നിനക്ക് അഭിഷേകാർത്ഥമായി ഉടൻ ആദരാൽ സംഭരിച്ചോഴു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതന് ചെയ്യണം. ഈ സംഭരിച്ച സംഭാരങ്ങൾ എല്ലാ സാധനങ്ങൾ കൊണ്ട് ഇപ്പം അഭിഷേകം ചെയ്യേണ്ടത് എൻ്റെ മകൻ ഭരതനെ ആയിരിക്കണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ട്, നിന്നോടത് പറയാൻ നിന്റെ അച്ഛന് മടിയുണ്ട്. അതാണ് നിന്റെ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം എന്നത് കേട്ട് ശ്രീരാമനും ചൊല്ലിനാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്, അച്ഛനൊരിക്കലും രാമനോട് വനത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല. അമ്മ പോകരുതെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഈ അവസ്ഥയിലൊന്നും രാമൻ ഒരു തരത്തിലും ചെയ്ത അഭിഷേകം ഭരതന് ഞാനിനി വൈകാതെ പോകുവാൻ വനത്തിനു മാതാവേ, ഭരതനെ അഭിഷേകം ചെയ്തു. എന്തതെന്നോട് ചൊല്ലാഞ്ഞു പിതാവത് ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. അച്ഛൻ എന്നോട് പറഞ്ഞാൽ പോരെ, ഇതിനാണ് ഇത്ര ദുഃഖത്തിന്റെ കാരണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് രാജകുമാരനായ രാമൻ. രാജ്യത്തെ രക്ഷിപ്പതിനു മതി അവൻ രാജ്യത്തെ രക്ഷിപ്പതിന് അവൻ മതി, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡവാസത്തിൻ. അപ്പോൾ അവനാണ്. പിന്നെ സ്നേഹം അമ്മയ്ക്ക് എന്നോട് കൂടുതലാണെന്നും കൂടെ പറയുകയാണ് ആര്? രാമൻ. സ്നേഹം എന്നെക്കുറിച്ചേറും അമ്മയ്ക്ക് ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. അതായത് അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് ഈ രാജ്യഭാരം എന്നെ ഏൽപ്പിക്കാതെ. ഈ കൈകേയിയുടെ മനസ്സിന്റെ നന്മയാണ് രാമൻ അവിടെ കാണുന്നത്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ തന്നു കഴിയുമ്പോൾ അത് ഇത്രയും വെള്ളം, അപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടല്ലോ എന്ന് പറയാം, ഇത്രയേ ഉള്ളോ എന്ന് പറയാം. എന്ത് തരത്തിൽ ഏത് കാര്യത്തിലേ നമുക്ക് പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പം രാമൻ ഇതിനെ കാണുന്നത് എൻ്റെ ദേഹം മാത്രം സംരക്ഷിച്ചാൽ മതിയല്ലോ, രാജ്യം ഭരിക്കാൻ അവനെ ആക്കിയത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാണ് എന്ന്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് പറയുകയാണ്, ഞാൻ സ്ത്രീജിതനായ കാമുകനാണ്, രാജാധമനാണ് എന്ന് അദ്ദേഹം തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോട് കൂടിയിട്ട് പറയുകയാണ്. നീ പാശം കൊണ്ട് കയറുകൊണ്ട് എന്നെ ബന്ധിച്ച് രാജ്യം രക്ഷിക്കണം എന്ന്. അപ്പോൾ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരുദ്ധം പറഞ്ഞു കരഞ്ഞു, ഹാ രാമ ഹാ ജഗന്നാഥ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. അപ്പോൾ ഇത് വിശദീകരിക്കാൻ ഇനിയുണ്ട്. സമയം 8 മണിയായി. ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മാതാവെനിക്ക് വിധിച്ചതു തന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായും വരുന്നേ എന്നരുൾ ചെയ്തു. അപ്പോൾ രാമൻ അമ്മയോടും സീതയോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞാൻ പോകാൻ തയ്യാറായിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ രംഗത്ത് നിന്ന് പോവുകയാണ്. അവിടുന്ന് പോയി നേരെ ചെല്ലുന്നത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ അവിടെ എന്ത് ചെയ്യുക? തൻ്റെ പുത്രനായ രാമൻ്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടിയിട്ട് അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുക. ധാർമ്മികനായ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാദികൾ തൻ്റെ പുത്രൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്
എന്നിട്ട് കണ്ണുമൊക്കെ അടച്ച് അവിടെ ഇരുന്ന് ഈ രാമൻ വന്നത് പോലും അറിഞ്ഞില്ല. അവിടെ തപോനിഷ്ഠയിൽ പൂജയിലിരിക്കുകയാണ്. അപ്പോൾ ദാസിമാർ ചെന്ന് വിളിച്ചു, ഇതേ രാമൻ വന്നേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനെ വിളിച്ച് മടിയിലിരുത്തി. അപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി എന്തോ മുഖത്തിനൊരു പന്തിയല്ലായിട്ടുണ്ട്. അപ്പോൾ നിനക്ക് വിശപ്പാണോ വിശന്നിട്ടാണോ? അപ്പോൾ അതിനൊന്നും സമയമില്ല അമ്മേ, ഞാൻ കാട്ടിലേക്ക് പോവാണ്. ഭരതനെ രാജ്യം ഭരിക്കാനായിട്ട് നിയോഗിക്കുകയാണ് ഇവിടെ. ഞാൻ 14 സംവത്സരം കാനനത്തിൽ പോയിട്ട് തിരിച്ചു വരാം, അമ്മ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കൂ. അപ്പോൾ ഈ രാമൻ്റെ വാക്യം കേട്ട് ഈ കൗസല്യ ഭൂമിയിലങ്ങോട്ട് വീണു, മോഹാത്സ്യപ്പെട്ടു. അപ്പോൾ ഈ പൈതലെ വേറിട്ട പശുവിൻ്റെ ആദി പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പോൾ ഈ കുഞ്ഞിനെയും അനവധി കാലം കൂടിയിട്ടാണ് ഒരു കുട്ടി ഉണ്ടായത് തന്നെ. അപ്പോൾ അതിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. നാളെ അഭിഷേകത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക ഇവിടെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചെറ്റില്ലെന്ന് നിർണയം, പോകണമെന്ന് താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കും. അച്ഛൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകണ്ടെന്ന് ചെറുക്കും. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാച ഗമിക്കുന്നതാകിലോ, ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവവംശവും പിന്നെ മുടിഞ്ഞു പോവും. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരും. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്? ലക്ഷ്മണൻ. സൗമിത്രി മട്ടൊക്കെ മാറി, ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നി കണ്ണുകൊണ്ട് കണ്ണിലെ ദൃശ്യങ്ങളൊന്നും രാഘവനെ നോക്കി പറയാണ്, ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ എനിക്ക് ശൗര്യമുണ്ട്, ആരും ഒന്നും വിഷമിക്കണ്ട എന്ന് പറയാണ്. അപ്പോൾ ആ ലക്ഷ്മണനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ശ്രീരാമൻ. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അയാളുടെ ഒപ്പം കിടന്ന് ദേഷ്യപ്പെടുകയല്ല വേണ്ടതെന്നർത്ഥം. അയാളെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ലക്ഷ്മണനെ. എന്നിട്ട് ലക്ഷ്മണോപദേശമാണ് തുടർന്ന്. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലക്ഷ്മണോപദേശം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തുറന്ന ലക്ഷ്മണനും സീതയും വനത്തിലേക്ക് പുറപ്പെടുന്നതാണ്. ആ രംഗമൊക്കെ വളരെ ഹൃദയസ്പർശിയാണ്. തുറന്ന് രാമസീത തത്വമാണ്. അവിടം വരെയാണ് നാളെ പാരായണം ചെയ്യുന്നത്. താപസശ്രേഷ്ഠനും മൂതാൾ എഴുന്നള്ളി എന്ന് പറയുന്ന ഭാഗം വരെ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇത്രയും നേരം കൂടി കായേന വാചാ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാ